എളുപ്പത്തിൽ നമുക്ക് ഈ നൂല് നമുക്ക് ഈ ബോബനകത്തോട്ട് കൊരുക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ആദ്യം നമ്മൾ ഇതെന്ന് പറഞ്ഞാൽ ഈ ബോബൻ എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 5 രൂപ അത്രയൊക്കെ വരുത്തുള്ളൂ. ഇതിന് നമുക്ക് ഒരു 55 രൂപ തൊട്ട് 55, 45 അങ്ങനെ ഓരോ കമ്പനി ബേസിലാണ് ഇതിൻ്റെയൊക്കെ ഓരോ റേറ്റ് പറയുന്നത്. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് മിഷനകത്തോട്ട് ഈ നൂല് കൊരുക്കുന്നത് എങ്ങനെയാണെന്ന് എളുപ്പത്തിൽ കൊരുക്കുന്നത്. നമ്മൾ ചിലപ്പോൾ ഒരു സ്ക്രൂ ഡ്രൈവറിൻ്റെ സഹായമോ അല്ലെങ്കിൽ നമ്മുടെ ഈ സംഭവം ഇതിപ്പം കംപ്ലൈൻ്റ് ആയിട്ടിരിക്കും ഇത് കംപ്ലൈൻ്റ് ആയിട്ടിരിക്കുന്നവർക്ക് ഒരു എളുപ്പത്തിൽ നമുക്ക് എങ്ങനെയാണോ ബോബനകത്ത് നൂല് കൊരുക്കുന്നത് എന്നൊക്കെ ഉള്ളത് കാണിച്ചിട്ട് ഇപ്പം ഇത് ഞാൻ എത്ര നോക്കിയിട്ട് ഇത് ശരിയായിട്ടില്ല. അപ്പം നമുക്ക് ആദ്യം ഈ നൂല് നമ്മളിങ്ങനെ ഒന്ന് കൊരുക്കണം. ഈ സ്റ്റിച്ചിങ് ആണെങ്കിൽ അറിയാൻ വയ്യാത്ത ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, അവർക്ക് വേണ്ടിയുള്ളതാണ്. അപ്പം നമുക്ക് ആദ്യം നമ്മൾ എങ്ങനെയാണോ ബോബനിൽ നൂല് കൊരുക്കുന്നതെന്ന് പഠിക്കണം. നമ്മൾ കുറച്ച് ഇങ്ങനെ ചുറ്റിക്കഴിഞ്ഞിട്ട് നമ്മൾ ഇതിപ്പം കംപ്ലൈൻ്റ് ആയിട്ടിരിക്കും വേണ്ടത്. ഈ ഒരു ടെക്നിക്ക് ഞാൻ വേറെ ഒരെണ്ണവും കൂടെ കാണിച്ചു തരാം. ഇതിനകത്തോട്ട് നമ്മൾ ഈ ബോബനിങ്ങനെ നമ്മളിങ്ങനെ അമക്കി വെച്ചിട്ട് ഇത് ബോബൻ അമക്കി വെക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ നൂലില്ലയോ, ഈ നൂല് തിരിച്ച് വെക്കണം കേട്ടോ. നമ്മുടെ ഭാഗത്തോട്ട് ഇതിങ്ങനെ തിരിച്ച് വെക്കണം. എന്നിട്ട് നമ്മളിതിങ്ങനെ ബോബനകത്ത് നമ്മൾ ഈ നൂല് കൊരുക്കുന്ന മിഷ്യൻ്റെ അതിനകത്തോട്ട് ഇങ്ങനെ വെക്കാം. വെച്ചിട്ട് നമ്മുടെ മിഷ്യൻ്റെ എല്ലാ ഭാഗവും ഞാൻ കാണിച്ചു തരാവേ. അപ്പം ഞാൻ നൂല് കൊരുക്കുന്നത് മാത്രമേ കാണിക്കുന്നുള്ളൂ. നമ്മളിതിങ്ങനെ അങ്ങോട്ട് വെച്ചിട്ട് നമ്മുടെ മോട്ടറുണ്ടല്ലോ, നമ്മളതിൽ ഇങ്ങനെ ചവിട്ടി പിടിച്ചിട്ട് നമ്മൾ ഇതിങ്ങനെ അമക്കി വെച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ ലൂസാണ്. ഇതിങ്ങനെ അമക്കി വെച്ച് കാണാൻ പറ്റുമോ നോക്കണ്ടേ? ഇത് കണ്ട ഇങ്ങനെ നമ്മളിങ്ങനെ ഒന്ന് അമക്കി പിടിച്ച് വെച്ച് നമ്മളിങ്ങനെ ഒന്ന് കറക്കി കൊടുക്കുവാണെങ്കിൽ, അമക്കി വെച്ചാൽ നമ്മൾ നല്ലപോലെ അമക്കരുത്, ജസ്റ്റ് നമ്മുടെ ഒരു പ്രസ്സിങ് അത് ചുമ്മാ ടച്ച് ചെയ്യുക, അത്രയേ ഉള്ളേ. നമ്മളിങ്ങനെ ഒന്ന് കറക്കുമ്പോൾ തന്നെ നമ്മുടെ ആവശ്യത്തിനുള്ള നമുക്ക് വേണ്ട നൂല് നമുക്കിതിൽ കൊരുക്കാം. പിന്നെ ഒന്നെന്ന് പറയുന്നത് ഈ ബോബൻ ഇതില്ലാത്ത ചില മിഷനിലൊക്കെ, പഴയ മിഷനിലൊന്നും ഇത് കാണത്തില്ല. ഇതില്ലാത്ത മിഷനിലൊക്കെ എളുപ്പത്തിന് നമുക്ക് കോർക്കുന്നത് നമ്മുടെ പഴയ മിഷൻ്റെ കേസ് ഉണ്ടല്ലോ, പഴയ മിഷൻ്റെ കേസ്, ആ കേസ് വെച്ച് നമുക്കും ബോബനില നൂല് കോർക്കാം. ഇപ്പം നമ്മൾ പകുതി വരെ ഇങ്ങനെ കൊരുത്ത് വെച്ചേക്കുന്ന, നമ്മൾ ചുറ്റി വെച്ചേക്കുന്ന ഈ ബോബനകത്തോട്ട് നമ്മുടെ ഈ പഴയ മിഷ്യൻ്റെ കേസ് ഉണ്ടല്ലോ, ഇതിപ്പോൾ അംബ്രല്ല മിഷ്യനാണ്. ഞാൻ മിഷ്യനെ പറ്റിയും ഇപ്പോൾ എൻ്റെ അംബ്രല്ല മിഷ്യനുണ്ട്, ജാനോമിയുടെ മിഷ്യനുണ്ട്. അപ്പോൾ ആ മിഷ്യനെ പറ്റി അതിൻ്റെ സ്റ്റിച്ചിങ്ങും കാര്യങ്ങളെല്ലാം ഞാൻ എല്ലാവർക്കും പറഞ്ഞു തരാവേ. എങ്ങനെയാണ് അതിൻ്റെ യൂസും, ഇത് അറിയാൻ വയ്യാത്ത ആൾക്കാരൊക്കെ ഉണ്ട്, അവർക്കൊക്കെ ഇതെങ്ങനെയാണ് പ്രയോജനപ്പെടുത്തുന്നത്, ഉപയോഗിക്കാൻ പറ്റുന്നത് എങ്ങനെയാണെന്നൊക്കെ ഉള്ളത് ഞാൻ പറഞ്ഞുതരാം. ഇതിപ്പോൾ നമ്മൾ ഈ ചുറ്റി വെച്ചേക്കുന്ന ബോബനകത്ത് നമ്മുടെ പഴയ കേസ്, ഈ പഴയ കേസ് എന്ത് ചെയ്യണമെന്നറിയാവോ? ഈ ഹോളിനകത്തോട്ട് വെച്ചിട്ട് നമ്മൾ ജസ്റ്റ് ഇത് നമ്മുടെ ഈ റിങ് ഉണ്ടല്ലോ, നമ്മളിങ്ങനെ മിഷ്യൻ്റെ റിങ്, ആ റിങ്ങിനകത്തോട്ട് നമ്മൾ ഇതിൻ്റെ ഈ ഭാഗം കാണാൻ പറ്റുന്നുണ്ടോ നോക്കണേ. നമ്മൾ ഈ ഭാഗം ഇതിങ്ങനെ വെക്കണം. ഇതിൻ്റെ എന്ന് വെച്ചാൽ ഈ റിങ്ങിൻ്റെ ഈ ഭാഗം ഈ റിങ്ങിൻ്റെ അകത്ത് വരത്തക്ക രീതിയിൽ കണ്ടാ. എന്നിട്ട് നമ്മൾ പതുക്കനെ, അന്നേരം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ നൂലുണ്ടല്ലോ, നൂല് നമ്മുടെ അടുക്കലോട്ട് നമ്മുടെ നേരെ പിടിക്കണം, തിരിച്ച് വെക്കരുത്. ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ ഈ ഹോളിനകത്തോട്ട് നമ്മുടെ ഈ കേസിൻ്റെ ഈ കമ്പ് പോലെ ഉണ്ടല്ലോ ഇതിൻ്റെ അതിലോട്ട് ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ ജസ്റ്റ് പതുക്കനെ ഒന്ന് കറക്കി കൊടുക്കുമ്പോൾ എളുപ്പത്തിൽ നമുക്ക് നൂലിൽ ചുറ്റാം. നമ്മുടെ ആവശ്യം വരുമ്പോൾ നമ്മളത് സ്റ്റോപ്പ് ചെയ്തിട്ട് കട്ട് ചെയ്യാം. കണ്ടോ, ഈ രണ്ട് രീതിയിലും നമുക്ക് ബോബനകത്ത് നൂല് ചുറ്റാം. എന്നിട്ട് നമ്മൾ പിന്നെ
നമ്മുടെ ഇത് അംബ്രല്ല മെഷീൻ ആയതുകൊണ്ട് നമ്മുടെ അംബ്രല്ല മെഷീൻ്റെ കേസിനകത്തോട്ട് നമ്മളിത് ലോക്ക് ചെയ്തിട്ടിട്ട് നമ്മൾ സാധാരണ മെഷീനകത്ത് വെക്കുന്ന പോലെ വെച്ച് നമ്മൾ സ്റ്റിച്ച് ചെയ്യാവുന്നതാണ്. ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും കൂടി ഒന്ന് അമക്കണം. എന്നാൽ ഞാനിടുന്ന പുതിയ വീഡിയോസൊക്കെ ഒന്ന് കാണാൻ പറ്റത്തുള്ളൂ. തയ്യൽ പഠിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, അവർക്ക് പ്രയോജനമുള്ളതാണേ.